കർമ്മ ന്യൂസിന്റെ വോട്ടംഗത്തിലേക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ബി.ജെ.പിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെ കുറിച്ച് ഈ അവസാന മണിക്കൂറിൽ നമ്മളൊരു വിശകലനം നടത്തുകയാണ്. രഞ്ജിത്തെ, നമ്മൾ ആറ്റിങ്ങലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ബി.ജെ.പിയുടെ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ മുരളീധരനാണ്. എങ്ങനെയാണ് നമ്മൾ അവിടെ വിലയിരുത്തുന്നത്? ആറ്റിങ്ങലിനെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മറ്റൊരു മണ്ഡലമാണ് തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനുമൊപ്പം. എന്താണെന്ന് വെച്ചാൽ ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് വി മുരളീധരൻ ആയതുകൊണ്ടാണ്. വി മുരളീധരൻ ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിയാണ്. അത് മാത്രമല്ല നരേന്ദ്രമോദിയുമായിട്ട് അടുപ്പുള്ള ആളാണ്. അതിനേക്കാളൊക്കെ ഉപരി വലിയൊരു ഫൈറ്ററാണ് വി മുരളീധരൻ. മുരളീധരൻ സംഘാടകനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താഴെ തട്ടിലുള്ള ആളുകളുമായിട്ടുള്ള വലിയ ബന്ധമുള്ള ആളാണ്, അതായത് പാർട്ടി പ്രവർത്തകരുമായിട്ട്. അപ്പം പതിയെ പതിയെ പാർട്ടിയിലെ സംഘാടക മികവ്, അതായത് ഏറ്റവും ചെറിയ താഴെത്തട്ടിലുള്ള ഒരാളെ പോലും കൃത്യമായിട്ട് അറിയാമെന്നുള്ള രീതി അങ്ങനെ വരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വി മുരളീധരൻ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ അവിടെ കാണിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതപ്പെടുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ കരുതപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ജയശങ്കർ സാറിന്റെ ഒരു ചർച്ച കണ്ടു. അദ്ദേഹം പറഞ്ഞത് മറ്റേതൊരു മണ്ഡലത്തിനേക്കാളും അത്ഭുതങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ആറ്റിങ്ങലായിരിക്കാം. കാര്യം ആറ്റിങ്ങല് ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. സമ്പത്ത് 2-3 തവണ ജയിച്ച മണ്ഡലം. ഒരു എല്ലാ കാലത്തും ഒരു ഇടതു കോട്ടയാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. പക്ഷേ ആ ഇടതു കോട്ടയെ കഴിഞ്ഞ് നമ്മൾ പൊളിച്ച അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് പൊളിച്ചതിന് ഒരു കാരണമുണ്ട്. അവിടെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഞാൻ എപ്പോഴും ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിഗർ വെച്ച് സംസാരിക്കണം. 2014-ൽ 2009-ൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 42,000 വോട്ടേ ഉള്ളൂ ബി.ജെ.പി. ബി.ജെ.പി അവിടെ ഒരു ആഗമേ അല്ല. തോട്ടക്കാട് ശശി എന്ന് പറഞ്ഞ ഒരാളാണ് മത്സരം. അദ്ദേഹത്തിനെ കേട്ടിട്ട് പോയില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നത്. 2014-ലേക്ക് എത്തുമ്പോൾ ആറ്റിങ്ങലിലെ വോട്ട് എന്ന് പറയുന്നത് 90,300. അത് അന്ന് ശോഭന എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിച്ചത്. CPM-ൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നിട്ട് പെട്ടെന്ന് ബി.ജെ.പിയിലേക്ക് ചാടി മാറിയ ആളാണ്. അപ്പൊ ശോഭന മത്സരിച്ചത് 90,000. അപ്പൊ 40,000-ന്റെ ഇരട്ടിയിലധികം അധികമായി. അപ്പൊ 2019-ലേക്ക് വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നു. ശോഭാ സുരേന്ദ്രൻ ഏറ്റവും അവസാന ലാപ്പിൽ വന്ന സ്ഥാനാർത്ഥിയാണ്. അവർ കൃത്യമായി പ്രചരണത്തിനുള്ള സമയം പോലും കിട്ടിയില്ല. അവരിവിടെ സത്യം പറഞ്ഞാൽ അപരിചിതയായിരുന്നു. അവർ പാർട്ടി പ്രവർത്തന നിലയ്ക്ക് പരിചിതം ഉണ്ടാവും, പക്ഷെ മണ്ഡലത്തിൽ അവർ അപരിചിതയായിരുന്നു. അവർ 1 മാസത്തിനുള്ളിൽ കിട്ടിയ സമയം കൊണ്ട് ആറ്റിങ്ങലിനെ ഇളക്കി മറിച്ചു. അത് മാത്രമല്ല, അന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പിന്തുണ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞത്, ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു പാവം പെൺകൊച്ചല്ലേ എന്ന് പറഞ്ഞു. അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനെ സഹായിക്കുക എന്നുള്ളതാണ്. എന്തോ ആയിക്കൊള്ളട്ടെ, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2,48,000 വോട്ട് അവിടെ വർദ്ധിച്ചു. 40,000-ൽ നിന്ന് 90,000, 90,000-ൽ നിന്ന് 2,48,000, 3 ഇരട്ടിയിലധികം. അപ്പോ ഈ കേരളത്തിലെ നമ്മൾ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത്ര വേഗത്തിൽ ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിച്ച മറ്റൊരു മണ്ഡലമില്ല. അപ്പൊ 248-ൽ നിൽക്കുന്നു. ഇനി ഇതിനോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും, ഞാൻ ഈ പറഞ്ഞ 2009, 2014, 2019 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് 1% താഴെയാണ് വോട്ട് വർദ്ധിച്ചത്. 13% CPM-ന് ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞു. ആ ഘട്ടത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും 12%, 10% വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത് ബി.ജെ.പിക്ക്. ആ 248-ൽ ഇത്തവണ, കഴിഞ്ഞ തവണ 1,58,000 വോട്ട് വർദ്ധിച്ചു. ഞാൻ ചോദിക്കുന്നു, ഒരു 75,000 വോട്ട് വർദ്ധിച്ചാൽ മതി. 2.5-ൽ നിന്ന് 3.25 ലക്ഷം വോട്ടായി. വി മുരളീധരൻ അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈസി ആയിട്ട് വി മുരളീധരൻ ജയിക്കാം. പക്ഷേ കഴിഞ്ഞ തവണ ശബരിമല വിഷയം ഉണ്ടായിരുന്നു. ഇത്തവണ അത്തരത്തിലൊരു വിഷയമൊന്നുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ശബരിമല വിഷയമാണ് കൂടുതൽ ഒരു ബൂസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഫാക്ടർ അവിടെ എക്സിസ്റ്റിംഗ് ആയിരിക്കും? ശബരിമല വിഷയം കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് അനുകൂലമായ ഘടകമാണ്. പക്ഷെ കഴിഞ്ഞ തവണ ശബരിമല വിഷയം ബി.ജെ.പിക്ക് അല്ല അനുകൂലമായത്. ശബരിമല വിഷയം യഥാർത്ഥ അനുകൂലമായത് UDF-നാണ്, കോൺഗ്രസിനാണ്. അതുകൊണ്ടല്ലേ കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും വമ്പിച്ച വിജയം നേടിയത്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ വിജയിച്ചത് 1,00,000-ലധികം വോട്ടിനല്ലേ. എതിർ സ്ഥാനാർത്ഥി നിസ്സാരനായിരുന്നോ? നമ്മുടെ KN ബാലഗോപാൽ. അപ്പൊ അതുപോലെ കോൺഗ്രസിനാണ്. അതിൽ ഒരു മണ്ഡലം മാത്രം ഷാനിമോൾ ഉസ്മാൻ എന്ന സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ് ആലപ്പുഴയിൽ തോറ്റുപോയത്. അവിടെ വേറൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ കോൺഗ്രസ് ആ സീറ്റ് നേടിയേനെ. പക്ഷേ ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. അങ്ങ് പറഞ്ഞത് ഇപ്പോൾ ശബരിമല വിഷയം UDF-നെ സ്വാധീനിച്ചു. പക്ഷെ ആ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വികസനം ഭാരതം കണ്ടിരുന്നില്ല. ഈ കഴിഞ്ഞ കാലയളവിലായിരിക്കും കുറച്ച് കൂടുതലായിട്ട് ഭാരതം ആ ഒരു വികസനം കണ്ടത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക്, NDA സർക്കാരിന്റെ ആ ഒരു ഭാഗമായ ബി.ജെ.പിക്ക് ഇക്കുറി അതെല്ലാം ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആകില്ലേ? തീർച്ചയായിട്ടും. ഞാൻ അതുവരെ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ആറ്റിങ്ങലിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എടുക്കുകയാണെങ്കിൽ, ഈ ആറ്റിങ്ങൽ മത്സരിക്കുന്നത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. ആറ്റിങ്ങലിലെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വലിയൊരു ശതമാനം ജനങ്ങൾ മോദി ഫാൻ ആയിട്ടുണ്ട്. കേരളത്തിൽ മൊത്തമായിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം ആറ്റിങ്ങലിലുമായിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ഇങ്ങനെ ആ കണക്കുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ ആ മോദി ഫാൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനത്തിൽ ആകൃഷ്ടരായിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ
യുവ വോട്ടർമാരിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നവരിൽ വലിയൊരു ഓളം BJPക്ക് അനുകൂലമായിട്ടുണ്ട്. ആ വോട്ടർമാരുടെ സാന്നിധ്യം, പിന്നെ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള BJPയുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് മോദിയെ BJP സ്ത്രീകൾ വലിയധികം ഇഷ്ടപ്പെടുന്നുണ്ട് മോദിയുടെ ഫാനായിട്ട്. അപ്പൊ സ്ത്രീ വോട്ടർമാരുടെ ഒരു പിന്തുണ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു വിഭാഗം ഇപ്പം BJPയോടൊപ്പം ചേരുന്നുണ്ട്. ഈ 4 ഫാക്ടറും വെച്ചിട്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ BJPക്ക് 75,000 വോട്ട് വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ എന്നാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും പറ്റണം. അങ്ങനെ പറ്റിയാൽ ഈ 3.25 ലക്ഷം 3,30,000 വോട്ട് മതി അവിടെ വിജയിക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും ജയിക്കുകയും ചെയ്യും. ജയിക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലത്തിന് അങ്ങനെ ഒരു മാറ്റം വരാം. കാരണം പിന്നെ ആറ്റിങ്ങലിൽ പിന്നെ CPM ഈ വി മുരളീധരന്റെ കഥ കൂടെ ഞാൻ പറഞ്ഞിരുന്നു. നേരത്തെ 2016 തോന്നുന്നു വി മുരളീധരൻ 2016 2011 2016 വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ വന്ന് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനും 1 വർഷം മുമ്പ് വി മുരളീധരൻ തന്റെ പ്രവർത്തന മണ്ഡലം കഴക്കൂട്ടമാക്കി മാറ്റിയിരുന്നു. അത് വളരെ സൈലന്റ് ആണ് പ്രവർത്തനം. അവിടുത്തെ എല്ലാ വിഷയങ്ങളും ഇടപെടുക, അവിടുത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ വരെ ഇടപെടുക എന്നുള്ള രീതി. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 3 തവണയോ 4 തവണയോടെ MLA ആയി MA വാഹിദ് 3ാം സ്ഥാനത്തേക്ക് പോയി. 28,000 വോട്ടെന്തേ ഉള്ളൂ. അവിടെ 41,000 42,000 വോട്ട് പിന്നെ വി മുരളീധരൻ നേടി. അതിന് തൊട്ട് മുമ്പുള്ള പിന്നെ തെരഞ്ഞെടുപ്പിൽ BJP നേതാവ് 10,000 താഴെ വോട്ട് നേടിയതാണ് 42,000 എന്നുള്ള കുതിപ്പ്. അപ്പൊ കൃത്യമായിട്ട് എവിടെ ആരെ ഫോക്കസ് ചെയ്യണമെന്നുള്ളത് വി മുരളീധരൻ ആരും പഠിപ്പിക്കേണ്ട. ആ ഒരു ഗ്രൗണ്ട് വർക്ക് ഇപ്പോഴും ആറ്റിങ്ങലിൽ നടക്കുന്നു. ആറ്റിങ്ങലിൽ വലിയൊരു ഓളമുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ മിഷനറി മുഴുവൻ പിന്നെ എല്ലാ രീതിയിലും, അതായത് പിന്നെ നേതാക്കന്മാർ വരുന്നു, പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രധാനമന്ത്രി വന്നില്ലേ കാട്ടക്കടയിൽ. അപ്പോൾ അത് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങലിൽ പിന്നെ സാധ്യത 90% ഉണ്ട്. പക്ഷെ അവിടെ അപേക്ഷിച്ച് തിരുവനന്തപുരം മണ്ഡലമാണ് കുറച്ചുകൂടെ നിൽക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. തലസ്ഥാനമായതുകൊണ്ടാണ്. അത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി ഇതിനകം തന്നെ തലസ്ഥാനവാസികളുടെ ഹൃദയം കീഴടക്കിയെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോ തൃശ്ശൂരിനേക്കാൾ ആദ്യം വിജയിക്കാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരമാണ്, ആറ്റിങ്ങലാണ്. തൃശ്ശൂരും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പത്തനംതിട്ട നമുക്ക് പ്രതീക്ഷ പുലർത്താവുന്ന മണ്ഡലമാണ്. ഞാൻ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 50,000 വോട്ട് മാത്രം വർദ്ധിച്ചാൽ പത്തനംതിട്ടയിൽ പ്രതീക്ഷിക്കാം. AK ആന്റണിയുടെ മകനാണ്. കത്തോലിക്ക സമുദായത്തിന്റെ വിഭാഗത്തിന്റെ പിന്തുണ കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അവിടെ LDFന് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക്കിനെ. ആലപ്പുഴക്കാർക്ക് പോലും വേണ്ട. അതുകൊണ്ടാണ് തോമസ് ഐസക്കിനെ ഇതോടുകൂടി തോറ്റ് ഒരു മൂലക്കിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ആന്റണിക്ക് കോൺഗ്രസ്സുകാരിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. കഴിഞ്ഞ 3 തവണ വിജയിച്ച ആളിന് അവിടെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് അനിൽ ആന്റണിക്ക് സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ കവിത ബാലയോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരിടത്തായിരിക്കില്ല ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജയശങ്കർ സാറ് പറഞ്ഞതുപോലെ ആറ്റിങ്ങലാണ് അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അതുപോലെ പത്തനംതിട്ടയും ചിലപ്പോൾ ഒരു അത്ഭുതം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്.